ഞാൻ എൻ്റെ കൂട്ടുകാരായിട്ട് ഒരു കാര്യം ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് വന്ന കേട്ടോ. ഇപ്പോൾ 2 ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ വലിയൊരു സങ്കടകരമായ ഒരു കാര്യം ഒത്തിരി പേര് ഷെയർ ചെയ്തുകൊണ്ട് ഞാനത് കാണുകയും അതിൻ്റെ വിശദാംശങ്ങളൊക്കെ അങ്ങനെ അറിയുകയും ചെയ്തപ്പോഴേ എനിക്കും തോന്നി ഈ സമൂഹത്തിൽ എനിക്ക് തോന്നുന്നൊരു സോഷ്യൽ മീഡിയയിലൂടെ ഞാനും കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നുണ്ട്, അതിന് ഒരു എൻ്റേതായ ഒരു അഭിപ്രായം പറയണം എന്ന് വിചാരിച്ച് വന്നതാട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സങ്കടമുണ്ട്. കാരണം ഒരു 10-40 വയസ്സായ ഒരു ആള് ഒരു അദ്ദേഹത്തെ ഒത്തിരി വിഷമിപ്പിച്ച ആ ഒരു വീഡിയോ ബസ്സിൽ ഒരു സ്ത്രീ മനഃപൂർവ്വം എടുത്തത് ഒഴിവാക്കാമായിരുന്നു. ഞാനും ഒരു സ്ത്രീയാണ്. 30 കൊല്ലത്തോളായിട്ട് സ്ഥിരം രാവിലെയും വൈകിട്ടും പബ്ലിക് ബസ്സിലൂടെ, അത് KSRTC ബസ്സിലായിക്കോട്ടെ പ്രൈവറ്റ് ബസ്സിലൂടെ ആയിക്കോട്ടെ യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഒത്തിരിയേറെ അനുഭവങ്ങൾ ഞങ്ങൾ സ്ത്രീകൾ അനുഭവിച്ചു വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ, മാന്യമായ രീതിയിൽ നമുക്കത് അതിനൊരു പരിഹാരം കാണാമായിരുന്നു. ബസ്സിൽ നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ അറിയാം, മനഃപൂർവ്വം അവരെന്തോ അവരും ആസ്വദിച്ച് നിന്ന് ആ ഒരു കാര്യം വീഡിയോ എടുക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. ഒത്തിരി പേര്, ഒത്തിരി പേരെന്നില്ല, ഭൂരിഭാഗം പേരും ആ ഒരു വീഡിയോ ശരിയായില്ല എന്നും ആ ഒരു മനുഷ്യനെ അപകീർത്തിപ്പെടുത്താൻ പാടില്ലായിരുന്നു എന്നും പറയുന്നുണ്ട്. അതിനോട് ഞാൻ യോജിക്കുന്നു. ശരിക്കും ഒരു ബോൾഡായിട്ടുള്ളൊരു പെൺകുട്ടി തന്നെയായിരിക്കാം അവർ. കാരണം എത്രയും ധൈര്യമുള്ള ആളാണെങ്കിലാണ് പബ്ലിക്കിൽ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനും അതുപോലെ അത് പ്രചരിപ്പിക്കാനൊക്കെ ധൈര്യം കാണിക്കുള്ളൂ. അവർ ചെയ്യേണ്ടിയിരുന്നൊരു കാര്യം മാന്യമായിട്ട് അദ്ദേഹത്തിനോട് ഒന്നുകിൽ അതിലെ ഡ്രൈവറോ കണ്ടക്ടറോ അല്ലെങ്കിൽ ആരാണ് അതിൻ്റെ ബസ്സിൽ ഉള്ള ആളെന്ന് വെച്ചാൽ അവരോടൊന്ന് പറയാം. അതല്ലെങ്കിൽ പബ്ലിക് അവിടെ നിൽക്കുന്നുണ്ട്, അവരോട് പറയാം. ഇതൊന്നും അല്ലെങ്കിൽ വലിയ തിരക്കൊന്നുമില്ല, അവർക്ക് നേരെ മാറിപ്പോകാം, അദ്ദേഹത്തിനോട് ഒരു വാണിംഗ് കൊടുത്തിട്ട് പോകാം. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. ഇത് മനഃപൂർവ്വം തന്നെയാണ്. ഒരു മനുഷ്യനെ പബ്ലിക്കിൻ്റെ മുമ്പിൽ നാണം കെടുത്തുമ്പോൾ മനസ്സ് ലോലമായിട്ടുള്ളവർക്കൊക്കെ ഇത് സഹിക്കാൻ പറ്റില്ല. എന്തായാലും ഒത്തിരി സങ്കടം, എൻ്റെയും ആ ഒരു വിഷമം അറിയിക്കുകയാണ്. ആ പാവം മാതാപിതാക്കളുടെ കരച്ചിലൊക്കെ അങ്ങനെ വീഡിയോസിലൂടെ കണ്ടിട്ട് വളരെയധികം സങ്കടം തോന്നുന്നു. ഓരോ മാതാപിതാക്കൾക്കും മക്കൾ നഷ്ടപ്പെടുക എന്ന് പറയുന്നത്, അവർ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് സഹിക്കുന്നതിലപ്പുറമാണ്. അപ്പം എന്തായാലും ഈ ഒരു കാര്യത്തിൽ എൻ്റെ നിലപാട് ആ കുട്ടി ചെയ്തത് ശരിയല്ല, ആ പെൺകുട്ടി എടുത്തത് ശരിയായിട്ടില്ല. അത് നേരായ മാർഗത്തിലൂടെ ആയിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനൊരു ദുർവിധി ഉണ്ടാകില്ല എന്ന് തന്നെയാണ്. പക്ഷേ ഇതോടൊപ്പം ഞാൻ കൂട്ടിച്ചേർത്ത് ഒരു സംഭവം അല്ലെങ്കിൽ ഉണ്ടായ ഒരു കാര്യം നിങ്ങളായിട്ടൊന്ന് പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി നിങ്ങളൊന്ന് പറയുക. ഒരു 3-4 ദിവസം മുമ്പ് അങ്കമാലി KSRTC സ്റ്റാൻഡിൽ ഒരു ബസ് വന്നു നിൽക്കുന്നു. ആ ബസ്സിൽ നിന്നും ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ട് ആണെന്ന് തോന്നുന്നു പോലീസ് ജീപ്പ് വന്ന ഒത്തിരി ആളുകൾ കൂടിയിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഞാൻ ഓഫീസിലായിരിക്കുമ്പോൾ എനിക്കൊരു കോള് വരുന്നു, വേഗം ഒന്ന് താഴേക്ക് വരണം, അപ്സ്റ്റെയറിലാണ് ഓഫീസ്, വേഗം വരണം എന്ന് പറഞ്ഞു. ഞാൻ വേഗം ചെന്നപ്പോൾ ഒരു 18 വയസ്സായ ഒരു പെൺകുട്ടി ഭയങ്കരമായിട്ട് ഷിവർ ചെയ്ത് നിൽക്കുന്നു. കൈയും കാലും മേലൊക്കെ ഷിവർ ചെയ്ത് നമുക്ക് കണ്ട പേടിയാവും. അപ്പം ഞാൻ വിചാരിച്ചു ആ കുട്ടിക്ക് എന്തെങ്കിലും ഫിറ്റ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ബസ്സിൽ വെച്ച് വന്നിട്ട് അവരെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് എന്നെ വിളിച്ചതായിരിക്കാം. അതായത് വനിതാ പോലീസ് അല്ലെങ്കിൽ ലേഡി സ്റ്റാഫുകൾ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് എന്നെ വിളിച്ചതായിരിക്കും ഓർത്ത് ഞാൻ വേഗം ചെന്നു. പക്ഷേ ചെന്നപ്പോൾ തന്നെ എന്നോട് പോലീസുകാർ പറഞ്ഞു, ജീപ്പിലേക്ക് ഈ കുട്ടീനെ കൊണ്ട് നമുക്കൊന്ന് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ പോകുന്ന വഴിക്കാണ് പോലീസുകാർ പറയുന്നത്, ബസ്സിൽ ഒരുത്തൻ, അതായത് 18 വയസ്സ് പോലും തികയാത്ത പെൺകുട്ടിയുടെ അടുത്തിരുന്ന ഒരു 10-50 വയസ്സ് തോന്നിക്കുന്ന ഒരു മാന്യൻ മനഃപൂർവ്വം ആ കുട്ടിയെ ഉപദ്രവിക്കാൻ നോക്കി. അതായത് ഇങ്ങനെ അധികം യാത്ര ചെയ്ത് പബ്ലിക്കിൽ യാത്ര ചെയ്ത് പരിചയമില്ലാത്തൊരു കുട്ടിയാണ്, ഒരു മോള്. അപ്പോൾ അവളെ ഇങ്ങനെ ആദ്യം പരിചയപ്പെട്ടു, എവിടേക്ക് പോകണമെന്നൊക്കെ ചോദിച്ചു. കുട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അയാൾ കൈ കൊണ്ട് അവരുടെ ആ കുട്ടിയുടെ ബ്രസ്റ്റിലും ഒക്കെ തട്ടാൻ തുടങ്ങി. കുട്ടി നീങ്ങിയിരിക്കും തോറും അയാൾ അടുത്തേക്ക് ചെന്നുകൊണ്ടിരുന്നു. കുട്ടി ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. ബസ്സിൽ റിസർവ് ചെയ്തിരുന്ന കുട്ടിയാണ്, ലേഡീസ് സീറ്റിൽ റിസർവ് ചെയ്ത് യാത്ര ചെയ്യുന്ന കുട്ടിയാണ്. അവിടെയാണ് ഒരുത്തം വന്നിരുന്ന ഈ വിക്രികൾ കാണിച്ചത്. കണ്ടാൽ മാന്യൻ, എല്ലാം കൊണ്ടും അദ്ദേഹത്തിന് ഒന്ന് സംയമനം പാലിച്ചെങ്കിൽ ആ കുട്ടി അത്രയും വിഷമിച്ചിരിക്കില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ കുട്ടിയുടെ പേടിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആളുകൾ ശ്രദ്ധിച്ചു. കണ്ടക്ടർ കാര്യം ചോദിച്ചു. അവരുടനെ തന്നെ പോലീസിൽ വിളിച്ചു പറഞ്ഞു. പോലീസ് കാത്തു നിന്നു. അങ്കമാലിയിൽ അദ്ദേഹത്തെ കൊണ്ടുപോയി കേസായി. ആ കുട്ടിയെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് 1 മണിക്കൂറോളം ആ കുട്ടിയുടെ കൂടെ നിന്നു. 1 മണിക്കൂറിലധികം എടുത്തു ആ കുട്ടിയുടെ ഷിവറിംഗ് ഒന്ന് മാറാൻ. ഡോക്ടർ പറഞ്ഞു ഭയങ്കര പ്രഷർ കൂടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് കുട്ടിയുടെ ബന്ധുക്കൾ വന്നു, കുട്ടിയെ ഏൽപ്പിച്ചു. പക്ഷെ ഞാൻ ഈ പറയുന്നത് ഇത് ഒരു സംഭവമൊന്നുമല്ല. ബസ്സിൽ യാത്ര ചെയ്യുന്ന, പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്യുന്ന
ഒത്തിരി ബസ്സുകളിൽ ഇത് നടക്കുന്നുണ്ട്. ഞാൻ ഈ കുറേ അധികം നാളുകളായിട്ട് ഇങ്ങനെ കാണുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായൊരു കാര്യം, മധ്യവയസ്കരാണ് ഇത് കൂടുതലും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. എനിക്ക് അവരോടൊന്ന് പറയാനുള്ളത്, നമ്മുടെ വീട്ടിലെ നമ്മുടെ ഭാര്യ, മക്കൾ, ലേഡീസായിട്ടുള്ള മറ്റ് സഹോദരിമാരൊക്കെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെയും കൂടി ഒരു ആശ്രയം, അല്ലെങ്കിൽ നിങ്ങളിലൊരു വിശ്വാസം അർപ്പിച്ചുകൊണ്ടായിരിക്കും അവരിങ്ങനെ പൊതുവായിട്ടുള്ള സ്ഥലങ്ങളിലൂടെ നടക്കുന്നതും യാത്ര ചെയ്യുന്നതും ഒക്കെ. നിങ്ങൾ സംരക്ഷിക്കേണ്ടതാണ് അവരെയൊക്കെ സംരക്ഷിക്കേണ്ടത്. നിങ്ങൾ ഇങ്ങനെ ആയാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? ഞാൻ ബസ്സിൽ കയറിയാൽ, തിരക്കുള്ള ബസ്സാണെങ്കിൽ നേരെ എങ്ങനെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടാക്കി ഡ്രൈവറുടെ സീറ്റിന്റെ ബാക്കിൽ പോയി നിൽക്കും. എത്ര ചെറിയ എന്നിട്ട് ഒഴിഞ്ഞ സ്ഥലം സെൻറ്ററിലുണ്ടായാലും അല്ലെങ്കിൽ ഇടയിലുണ്ടായാലും ഞാൻ നിൽക്കില്ല, അല്ലെങ്കിൽ ഞാൻ ബസ്സിൽ കയറില്ല. കാരണം തല്ലിടാൻ വയ്യ. ഇവരുമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും കാണുമ്പോൾ അവരായിട്ട് ഒച്ചെടുത്ത് നമ്മുടെ ഒരു ദിവസം കളയാനായിട്ട് വയ്യ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറ്. അപ്പം ഞാൻ സ്ത്രീകളോടും പറയുന്നത്, നിങ്ങൾ പരമാവധി ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റിയില്ലെങ്കിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ അയാളെ പറഞ്ഞു തിരുത്തുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാം. തിരക്കുള്ള ബസ്സിൽ ചിലപ്പോൾ മനഃപൂർവ്വമായിരിക്കില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ എങ്ങനെയെങ്കിലും വീടെത്തണമെന്ന് വിചാരിച്ച്, അല്ലെങ്കിൽ ലക്ഷ്യസ്ഥാനത്ത് എത്തണമെന്ന് വിചാരിച്ചിട്ട് ഒത്തിരി വിഷമിച്ച് തന്നെ കയറുന്നവരുണ്ടാകാം. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ആണും പെണ്ണും തമ്മിലുള്ള ഒരു വേർതിരിവിന് നമുക്ക് ചിലപ്പോൾ സ്ഥലം ഉണ്ടായില്ലെങ്കിൽ കൂടിയും നമ്മളൊന്ന് സേഫായിട്ട് നിൽക്കേണ്ടത് നമ്മുടെയും കൂടി ഉത്തരവാദിത്തമാണ്, പെണ്ണുങ്ങളുടെയും കൂടി ഉത്തരവാദിത്തമാണ്. ഞാൻ പിന്നെയും കണ്ടിട്ടുണ്ട് പല സ്ത്രീകളും ഇതുപോലെയുള്ള എന്താ പറയുക തട്ടിലും മുട്ടിലും കിട്ടുമ്പോൾ അതൊന്നും കെയർ ചെയ്യാതെ നിൽക്കുന്നതും കണ്ടിട്ടുണ്ട്. അതൊക്കെ അവരുടെ കാര്യം, വ്യക്തിപരമായ കാര്യം. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം വളരെ സങ്കടകരമാണ്. ഒരു വിലപ്പെട്ട ജീവനാണ് പോയത്. ആ ഒരു ലേഡി അത് ഒന്ന് സംയമനം പാലിച്ചിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു എന്ന് വിചാരിക്കുന്നു. അതുപോലെ നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരിമാർ, ഭാര്യമാരൊക്കെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് വരുന്ന ചേട്ടന്മാരും അതുപോലെ തന്നെ മധ്യവയസ്കരായിട്ടുള്ളവരും ചെറുപ്പക്കാർ അത്ര പ്രശ്നമില്ല ഇപ്പോൾ ബസ്സിൽ. അപ്പോൾ അവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടിലുള്ള ഒരു അംഗത്തെ പോലെ കണക്കാക്കി അവരെ സുരക്ഷിതരായിട്ട് യാത്ര ചെയ്യാനായിട്ട് ഒന്ന് സഹായിക്കുക എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്.